തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം തരുന്ന എല്ലാ സാവകാശത്തിനായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധി വിനയപ്പെട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആളുകളായി ദൈവം ഈ ശുശ്രൂഷയിൽ കൂടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ അനേകർക്ക് വിടുതലിൻ്റെ ദൈവത്തെ പരിചയപ്പെടുത്താൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തുതിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. അപ്പോൾ തന്നെ ദൈവ വചനം കേട്ട് ടെലിവിഷനിൽ കൂടെ അനേകരെ കേട്ട് വചനം പ്രാർത്ഥനയ്ക്കായി വിളിക്കാറുണ്ട്, കൗൺസിലിങ്ങിന് വേണ്ടി. ഒരു പക്ഷേ നിങ്ങൾ വിളിച്ചിട്ട് പെട്ടെന്ന് കിട്ടിയില്ലേ തന്നെ ഭാരപ്പെടരുത്. ഏതെങ്കിലും ഒരു മിസ് കോൾ കണ്ടാൽ തന്നെ തിരിച്ച് അവരെ വിളിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിരിക്കുക, ദൈവം നമ്മെ സഹായിക്കും. വീണ്ടും നമുക്ക് ദൈവസന്നിധി വിനയപ്പെടാം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തെ ഈ മണിക്കൂറുകൾ വീണ്ടും ഞങ്ങൾ നിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് അടുത്ത് വരും. നിൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിയ പോലെയല്ലേ യഹോവയുടെ അരുളപ്പാട്. താവേ, നിൻ്റെ വചനം ഞങ്ങളെ ശക്തീകരിക്കുന്നതാണല്ലോ, അത് ഞങ്ങളെ സൗഖ്യമാക്കുന്നതാണല്ലോ, ഞങ്ങളെ വിടുവിക്കുന്നതാണല്ലോ, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതാണല്ലോ. ആ വചനത്തിൻ്റെ ശക്തി കർത്താവെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. വിശേഷമായി ഈ മണിക്കൂറുകളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് വചനം ചെന്നെത്തുമ്പോൾ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവെ, തിരുക്കുറിയുടെ കാര്യങ്ങളോട്ട് ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗം മഹത്വം എളിവനെ ശരീരത്തിലും ആത്മാവിലും ബലപ്പെടുത്തിയ സ്വർഗീയ ജ്ഞാനത്തോടെ നിൻ്റെ വചനം പങ്കിടാൻ കൃപ തന്ന് സഹായിക്കും. എല്ലാം തിരുനാമ മഹത്വത്തിനായി തീരണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു. പ്രത്യേകിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ അപ്പസ്തലനായ വിശുദ്ധ പൗലുസിൻ്റെ പ്രാർത്ഥന, കാരാഗ്രഹ ലേഖനങ്ങളിലെ എഫെസ്യ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥന, 1-ാം അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പൗലുസിൻ്റെ കാരാഗ്രഹ ലേഖനത്തിലെ അതേ പുസ്തകത്തിൽ തന്നെ, അല്ലെ ആ ലേഖനത്തിൽ തന്നെയുള്ള വേറൊരു പ്രാർത്ഥന 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നു. അതുകൂടെ ചിന്തിക്കാനാണ് ഈ മണിക്കൂറുകളിൽ നമ്മൾ താല്പര്യപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു മാതൃകയാണ് ഇതിനകത്ത് പൗലുസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 1-ാമത്തെ പ്രാർത്ഥന അത് എൻലൈറ്റ്മെൻറ്റ്, ഇറ്റ് വാസ് ഫോർ ദി എൻലൈറ്റ്മെൻറ്റ്. 2-ാമത്തെ പ്രാർത്ഥന 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യം. എന്താ അത്? ഒന്ന് വായിക്കാം, ഓടി വായിക്കട്ടെ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് തക്കവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടണം, ശക്തിയോടെ ബലപ്പെടണം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടി ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കും. വണ്ടർഫുൾ പ്രയർ അല്ലേ? എത്ര അനുഗ്രഹീതമായൊരു പ്രാർത്ഥനയല്ലേ? സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ ഈ പ്രാർത്ഥന ഇത് എംബസിസ് ഫോർ ദി എനേബിൾമെൻറ്റ്. അപ്പോൾ ഈ 1-ാമത്തെ പ്രാർത്ഥന 1-ാം അധ്യായം നമ്മൾ ചെയ്ത എൻലൈറ്റ്മെൻറ്റിന് വേണ്ടി, പ്രകാശത്തിനു വേണ്ടിയാണെങ്കിൽ, പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ, ഇത് എനേബിൾമെൻറ്റ്, നമ്മളെ ശക്തരാക്കുന്ന, പ്രാപ്തരാക്കുന്ന ഒരനുഭവത്തിൽ അതിനു വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് എന്ന കാര്യം എന്നറിയാം. പോൾ വാണ്ട്സ് ടു പുട്ട് യുവർ ഹാൻഡ്സ് ഓൺ ദ റിച്ചസ് ഓഫ് ഹെവൻ. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ വലിയ അനുഗ്രഹങ്ങൾ, ആ ധനം എത്ര വലുതാണ്, അതിലോട്ട് നമ്മൾ കരം വെച്ച് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ്. ആ വണ്ടർഫുൾ ഇറ്റ് ഈസ് അല്ലേ? എന്തൊരു വിശാലമായ ഒരു അനുഗ്രഹമാണ് കർത്താവ് വെച്ചിരിക്കുന്നത്. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? കാരാഗ്രഹ ലേഖനമായ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 9 മുതൽ 11 വരെയും കൊലോസ് ലേഖനം 1-ാം അധ്യായം 9 മുതൽ 12 വരെയും ഇതേ കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുന്നത്. ഇത് സ്പിരിച്വൽ കണ്ടീഷൻ. ദൈവത്തിന് സ്തോത്രം. അകത്തെ മനുഷ്യനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ മെറ്റീരിയൽ, ഭൗതികമായ ആവശ്യത്തെക്കുറിച്ചൊന്നും അല്ല അവിടെ രേഖപ്പെടുത്തുന്നത്. പൗലോസിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത അതാണ്. പിന്നെ അതുകൊണ്ട് ഭൗതിക കാര്യം പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നല്ല കേട്ടോ, പ്രാർത്ഥിക്കുക, അതിന് കുഴപ്പമില്ല. പക്ഷേ അവർ പ്രയോറിറ്റി, മുൻഗണന
ദൈവമായ കർത്താവിൻ്റെ കൃപയുടെ പരിചരണത്തിൽ പരിശുദ്ധാത്മ ശക്തിയിൽ നമ്മൾ ബലപ്പെടണം എന്നുള്ളതാണ്. അതുകൊണ്ട് പൗലോസ് ഇവിടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഒരു ഇന്നോവേഷൻ, അഭ്യർത്ഥന ഇവിടെ കാണുക എന്താണെന്നറിയാം. ഇവിടെ നമ്മളോട് പറയുന്ന ആ വാചകം നിങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഒരു സ്പിരിച്വൽ പോസ് അല്ലേ, പ്രാർത്ഥിക്കുന്ന, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് പൗലോസ് രേഖപ്പെടുന്നത്. പൗലോസിൻ്റെ പ്രാർത്ഥന അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പൗലോസ് ഈ കാരാഗ്രഹത്തിൽ കിടന്ന് എത്ര പ്രാവശ്യം ഒരു ദിവസം പ്രാർത്ഥിക്കുന്നത്. അപ്പം കയ്യാൽ ചെയിൻ വെച്ചിരിക്കുന്ന ബന്ധിച്ചിരിക്കുന്ന പടയാളിയും മുട്ടുകുത്തണം. എത്ര ശ്രേഷ്ഠകരമായ അനുഭവം അല്ലേ. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ബൈബിൾ നോവെയർ കമൻസ് എനിവെയർ ഓൺ ഹൗ ടു പ്രേ വിത്ത് എനി പോസ്. പ്രത്യേക രീതിയിൽ പ്രാർത്ഥിക്കണമെന്നൊന്നും യഥോത്സവത്തിലെങ്ങും ഇല്ല കേട്ടോ. എന്നാൽ നമ്മൾ ബൈബിൾ പഠിക്കുകയും അബ്രഹാം പ്രാർത്ഥിച്ചതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന് 22-ാം അധ്യായം, അബ്രഹാം സ്റ്റുഡ് ബിഫോർ ദ ലോർഡ്, ദൈവം മുമ്പാകെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. സലോമൻ രാജാവ് ദേവാലയം പ്രതിഷ്ഠിക്കാൻ തുടങ്ങിയപ്പോൾ 1 രാജാക്കന്മാർ 8:22 അവിടെയും നിന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ദാവീദ് തൻ്റെ രാജ്യത്തിന് വേണ്ടി മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അല്ലേ, ദൈവമേ കാത്തോണേ എന്നും പറഞ്ഞ് ഫ്യൂച്ചർ ഓഫ് ദ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പം ദാവീദ് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. സാറ്റ് ബിഫോർ ദ ലോർഡ്. 1 ദിനവൃത്താന്തം 17-16 രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ജീസസ്, യേശു കർത്താവ് ഫെല്ലോൺ, നിലം നേരെ കുനിഞ്ഞല്ലേ, കുനിഞ്ഞ് ഗത്സമനെ പ്രാർത്ഥിച്ച് നമുക്കറിയാം. മത്തായി 26:38 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥന പല രീതിയിലാണ്. എന്നാൽ പ്രത്യേകിച്ചുള്ള ഇന്ന രീതിയിൽ പ്രാർത്ഥിക്കണമെന്നുള്ള വിഷയമൊന്നുമില്ല. നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ആ ലോസ്റ്റ് ഇൻ, നമ്മൾ നഷ്ടപ്പെട്ട ഭാവി എന്ന രീതിയിൽ നമ്മൾ ബറീഡ്, നമ്മൾ ഭൂമിയിൽ അല്ലെങ്കിൽ ഒരു ശവം അടക്കിയതുപോലെ മരിച്ച അവസ്ഥയിലായിരുന്നു. ബറീഡ് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായോ? ഇൻ ദ ഗ്രേവ് ഓഫ്, ബട്ട് വെൻ ഹി ട്രസ്റ്റഡ് ക്രൈസ്റ്റ്, നമ്മൾ കർത്താവ് വിശ്വസിച്ചപ്പോൾ ദൈവം നമ്മെ അവിടെ നിന്ന് ഉയർത്തി. അതാണ് നമുക്ക് സ്തോത്രം ചെയ്യാനുള്ളത് കേട്ടോ. എന്നിട്ട് എവിടെ ഇരുത്തി? വി ആർ സീറ്റഡ് ഇൻ ഹെവൻലി പ്ലേസസ്, നമ്മെ സ്വർഗസ്ഥലങ്ങളിലിരുത്തി. ഇതെപ്പോഴും ഓർക്കണം. നമ്മൾ എവിടെ ആയിരുന്നെന്നറിയാം? നമ്മൾ മരിച്ചു കിടന്ന അവസ്ഥയും ദൈവം നമ്മെ ഉയർത്തി. നമ്മളെ ഉയർത്തി സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് വേദപുസ്തകം നമ്മെ പറയുന്നത്. അപ്പം നമുക്ക് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ത്രൂ പ്രേയർ ദാറ്റ് വി ലേ ഹോൾഡ് ഓഫ് റിച്ചസ് ഇൻ ഹെവൻ. സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് ഈ പ്രാർത്ഥന. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അനുഗ്രഹത്തിന് മാത്രമല്ല, പ്രൊട്ടക്ഷന് വേണ്ടിയും പ്രാർത്ഥിച്ചില്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും? പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം പോലെ നടക്കുന്നെന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ബലപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് പറ്റുന്ന വലിയൊരു അനുഗ്രഹം എന്ന് ചോദിച്ചാൽ, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമ്പം വി ക്യാൻ മൂവ് ലൈക്ക് ക്രിസ്ത്യൻസ് ആൻഡ് ബാറ്റിൽ ലൈക്ക് ക്രിസ്ത്യൻ. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയെ പോലെ, എന്താ വെച്ചാൽ വിശ്വാസിയെ പോലെ ജീവിക്കാനും, വിശ്വാസിയുടെ ശക്തിയോടെ, ദൈവകൃപയുടെ ശക്തിയോടെ യുദ്ധം ചെയ്യാനും കഴിയും ശത്രുവിനോട്. ഇതിനാണ് പ്രാർത്ഥിക്കാനായി ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൗലോസ് ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് മുട്ടുകുത്തിയോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം കേട്ടോ. ഓഫ്കോഴ്സ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, കുറച്ചുകൂടെ ദൈവസന്നിധി വിനിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും. എന്നാൽ അതിനേക്കാൾ മുന്നേ എന്താ മനസ്സിലായത്? നമ്മുടെ ഹൃദയം, ഹൗ അവർ ഹാർട്ട് ആൻഡ് വിൽസ്, നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്താഗതികളും എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കട്ടെ. ഹല്ലേലൂയ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാൻഡ്. നമ്മുടെ ബാഹ്യമായ പോസ്റ്ററല്ല, അകത്ത് മനുഷ്യനെ സംബന്ധിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ, അന്തർഭാഗത്തിലെ സത്യം അറിയുന്ന ദൈവത്തിന് സന്നിധി, അത് ഓർത്തിരിക്കാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് സ്വർഗത്തിലെ ദൈവത്തെ പിതാവ് എന്ന് പറഞ്ഞു വിളിച്ച, സ്വർഗത്തിന് സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധി. ഇപ്പം പിതാവ് എന്നുള്ളതാണ് അല്ലേ. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ പ്രെയർ ഈസ് അഡ്രസ് ടു ദ ഫാദർ ത്രൂ ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. വേദപുസ്തകം പഠിക്കുമ്പോൾ പ്രാർത്ഥന ആരോടാ? ദൈവത്തോടാ. പുത്രനായ ക്രിസ്തുവിൽ കൂടെയും പരിശുദ്ധാത്മാവിൽ കൂടെയുമാണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഹല്ലേലൂയ. ഇത്
പൗലോസ് ഇവിടെ പറഞ്ഞ ദ ഹോൾ ഫാമിലി ഈസ് നെയ്മഡ് ആഫ്റ്റർ ദ ലോർഡ്. സകല കുടുംബവും പേര് വരുവാൻ കാരണം ദൈവമാണ്. എന്ന് വെച്ചാൽ ഫാദർഹുഡ് ഓഫ് എന്നവിടെ രേഖപ്പെടുത്താം അല്ലേ. എന്താന്ന് വെച്ചാൽ പിതൃത്വം അല്ലേ. ദ വേർഡ് ഫാമിലി ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ആസ് ഫാദർഹുഡ്. ഫാമിലി എന്നിവിടെ കുടുംബം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ ആ പൈതൃകത്തിൽ നമ്മളായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പറയട്ടെ, ദർ ഇസ് നോ യൂണിവേഴ്സൽ ഫാദർഹുഡ് കേട്ടോ. മൊത്തത്തിലുള്ളൊരു ഫാദർഹുഡ് ഇല്ല. അത് ഓർത്തോണം. പിതാവായ ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ നമ്മൾ ഓഫ്കോഴ്സ് ക്രിയേറ്റർ, സൃഷ്ടിതാവെന്ന നിലയിൽ ദൈവം എല്ലാവരുടെയും പിതാവാണ്, രക്ഷിതാവാണ്. എന്നാൽ രക്ഷിതാവെന്ന നിലയിൽ അവൻ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ആ രക്ഷകനാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പിതാവ് രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെതാണെന്നുള്ളത് നമുക്ക് ഓർക്കുവാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് എന്നറിയാമോ, യൂണിവേഴ്സലായിട്ടുള്ള ഒരു എല്ലാവരെയും കൂടെ മൊത്തത്തിൽ രക്ഷിച്ചു എന്നുള്ള ആ അർത്ഥത്തിലല്ല. ദിവസം വളരെ കട്ടാൻഡ്രയായി പറയുന്നു, യു ഷുഡ് ബി ബോൺ അഗെയിൻ. നീ വീണ്ടും ജനിക്കണം. ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ അനുഗ്രഹമൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ യൂണിവേഴ്സലായിട്ടുള്ള വിഷയത്തിലല്ല. നീതിമാൻ്റെ മേലും ദുഷ്ടൻ്റെ മേലും മഴ പെയ്ക്കുന്ന ദൈവമാണ്, അത് വേറെ വിഷയം. അത് ദൈവത്തിൻ്റെ നീതിയും കാരണയുമാണ്. പക്ഷേ സ്വർഗീയ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കണമെങ്കിൽ ആ അനുഭവത്തിൽ നമ്മൾ എത്തിച്ചേരണം. ദൈവവചനം ശ്രദ്ധിക്കുന്നവരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾ ചിലപ്പം പലരും ടെലിഫോൺ വിളിക്കുമ്പം പ്രാർത്ഥിക്കുന്നത് അവരുടെ ആത്മീയ നില ഞാൻ ചോദിക്കും. ചിലർ പ്രാർത്ഥിക്കത്തൊന്നുമില്ല, ചിലർ പ്രാർത്ഥിക്കുന്നത് പറയും. പക്ഷെ വ്യക്തിപരമായി യേശു ക്രിസ്തുമായിട്ട് ബന്ധമുണ്ടോ? അറിയുക ബോൺ അഗെയിൻ ചൈൽഡ്. എങ്കിലേ ഈ അനുഗ്രഹമൊക്കെ നമുക്ക് ലഭിക്കത്തുള്ളൂ കേട്ടോ. ശാന്തമായി പരിശോധിക്കാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ 4 റിക്വസ്റ്റ് ഇവിടെ രേഖപ്പെടും. അതിവേഗത്തിൽ ഞാൻ പറയാം. എന്തുവാ അവിടെ ഞാൻ 16 മുതൽ 19 വരെ വായിക്കുമ്പോൾ ഇവിടെ he prays that the inner man might have spiritual strength. ക്രിസ്തുവുമായിട്ടുള്ള ആഴമായ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ അനുഭവങ്ങളിലേക്ക് നയിക്കുന്ന ആത്മീയ ശക്തി അകത്തെ മനുഷ്യൻ ലഭിക്കേണ്ടതിനായിട്ട് പൗലോസ് പ്രാർത്ഥിക്കുക. കിട്ടിയോ? ക്രിസ്തുവുമായിട്ടുള്ള ആഴമായ ബന്ധങ്ങളിലേക്ക് നമ്മളെ നയിക്കേണ്ടതിന് ലഭിക്കേണ്ടതായ ആത്മീയ ശക്തി അത് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ ആഴമായ അനുഭവം അല്ലേ ക്രിസ്തുവിൻ്റെ എല്ലാ നിറവിനോളും നിറഞ്ഞു വരുന്ന മഹാസ്നേഹത്തിലേക്ക് ആഴ്ത്തി ഇറങ്ങുന്ന ഒരനുഭവം. ഇവിടെ 4 വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാം? പൗലോസ് പ്രാർത്ഥിക്കുക സ്ട്രെങ്തിന് വേണ്ടി. മാത്രമല്ല അവിടെ ആഴം, ഉയരം, ഇങ്ങനെയൊക്കെ പല വാക്കുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. അത് വെച്ചാൽ ഇവിടെ രേഖപ്പെടുത്തിയിരുന്നത് ഡെപ്ത്, ആഴം, പിന്നെ അവ കൈവശമാക്കുക, പിന്നെ നിറവ്, ബലം, ശക്തി, ഇങ്ങനെ 3-4 വാക്കുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രെങ്തിനെ കുറിച്ച് പറയുമ്പോൾ 16-ാം വാക്യം, എന്തോ 16-ാമത്തെ വാക്യം അവിടെ അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടെന്നുള്ളതാണ് നമ്മൾ ഒരു ദൈവവേദനാണെന്നുള്ളതിൻ്റെ തെളിവ്, എവിഡൻസ്. അതൊന്ന് മനസ്സിലാക്കാൻ റോമാലേഖനം 8:9 എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, ദാറ്റ്സ് ദ എനേബിൾമെൻറ്റ് ഫോർ ക്രിസ്ത്യൻ ലിവിങ്. നമ്മെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ പ്രാപ്തരാക്കുന്ന, ശക്തീകരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. അത് നമ്മൾ ഓർത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവശക്തി, ദൈവത്തിന് സ്തോത്രം. ഇത് മാത്രമല്ല, നാം പരിശോധിക്കുമ്പോൾ അപ്പോസ്തലർ 1:8 പറഞ്ഞു, യു ഷാൽ റിസീവ്, നിങ്ങൾ ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞല്ലേ. യേശു കർത്താവ് തന്നെ തൻ്റെ ശുശ്രൂഷ നിവർത്തിച്ച് അങ്ങനെ ഈ പരിശുദ്ധാത്മ ശക്തിയിലല്ലേ. ലൂക്കോസ് 4-ന്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നു, 14-ാം വാക്യത്തിലും അപ്പോസ്തലർ 1:8 അല്ലേ ഒക്കെ രേഖപ്പെടുത്തി. പവർ, ഈ പവർ വേണം, ഈ ആത്മാവിൻ്റെ ശക്തി വേണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ പവർ എവിടാ? ദൈവത്തിന് സ്തോത്രം. ഈ പവറിനെ കുറിച്ച് പല പ്രാവശ്യം, 49 പ്രാവശ്യമാണ് ഈ പുതിയ നിയമത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ അധ്യായത്തിൽ തന്നെ, എഫേസ്യ ലേഖനത്തിൽ തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, എന്ത് വേണം? ഏതളവിലായി പവർ തരുന്നത്? അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹെവൻ.
ഇത് ഓർത്തിരിക്കണം. ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. ഇത് ഒരു കാര്യം കൂടെ ഓർക്കണം, നോട്ട് ഫ്രം ദ റിച്ചസ്, പിന്നെ ആ ധനത്തിൽ നിന്ന് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെ വളരെ ശ്രദ്ധിക്കുക, അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്, ധനത്തിൽ നിന്ന് കൊടുക്കുക എന്ന ധനത്തിനൊത്തവണ്ണം. എന്താ മനസ്സിലായി? ദൈവം തരുന്ന അനുഗ്രഹം അങ്ങനെയാണ്, ധനത്തിനൊത്തവണ്ണം. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ലോകത്തിലെ കോടീശ്വരനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ഇപ്പം വേറൊരു കാര്യം പറയാൻ, ഒരു ബില്യണർ അല്ലേ, ഒരു ലക്ഷാധിപതി, ഒരു കോടീശ്വരൻ, അല്ലെ ബിൽ ഗേറ്റോ, അതുപോലെ ഇന്നത്തെ കോടീശ്വരന്മാർ പലരുണ്ട്, പോട്ടെ കിടക്കുന്നില്ല. ആരെങ്കിലും ഒരു സഹായത്തിന് ചെല്ലുന്നുണ്ടെങ്കിൽ ഒരു $10 എടുത്ത് കൊടുത്താൽ കുഴപ്പമുണ്ട്, അല്ലെ 100 കൊടുത്താൽ തന്നെ കോടീശ്വരന്മാരാ. അതും ഒരു സഹായമാണ്. അതും ആ ധനത്തിൽ നിന്ന്, അല്ലെ നമ്മുടെ കാറ്റഗറിയിൽ തന്നെ നമുക്കങ്ങ് പറയാം. നമ്മുടെ ഒരു സഹായത്തിനടുത്തും വന്നു $10 കൊടുത്തു, $100 കൊടുത്തു. ഇത്തിരി കാശുള്ള പാർട്ടിയാണെന്നിരിക്കട്ടെ, ആന്നോ? എന്നാൽ അത് നല്ല രീതിയിൽ കൊടുത്താലോ? അതിൻ്റെ ഉള്ള വ്യത്യാസം, ഒന്ന് ധനത്തിൽ നിന്ന് കൊടുക്കുന്നു, മറ്റൊന്ന് ധനത്തിനൊത്തവണ്ണം കൊടുക്കുന്നു. കിട്ടിയോ? വൺ ഈസ് എ പോർഷൻ ആൻഡ് ദ അതർ ഈസ് എ പ്രൊപ്പോർഷൻ. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പാകത്തിൽ നിന്ന് കൊടുക്കുന്നതും അതിനനുസരിച്ച് കൊടുക്കുന്നതും വലിയ വ്യത്യാസം. ദൈവം അനുഗ്രഹിക്കുന്ന ഇങ്ങനെ തൻ്റെ ധനത്തിനൊത്തവണ്ണം. ഇത് മനസ്സിലായിക്കോണം. ദൈവമക്കളെ എത്ര പേര് ഈ കൃപയുടെ കരങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ നിൻ്റെ ധനത്തിനൊത്തവണ്ണം എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പറയാൻ കഴിയുമോ? അതുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നോട്ട് ദാറ്റ് ഗോഡ് ഗിവ്സ് us the power from his riches but according to his riches. ദൈവത്തിൻ്റെ കൃപയുടെ ധനത്തിനൊത്തവണ്ണം, ആത്മാവിൻ്റെ ധനത്തിനൊത്തവണ്ണം, അഭിഷേകത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. $1 മില്യൺ കൊടുക്കുന്നതും $10 കൊടുക്കുന്ന ഒരാളാണെങ്കിലും, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ഉന്നതനായ ദൈവം നമുക്ക് തരുന്നത് തൻ്റെ ധനത്തിനൊത്തവണ്ണം. ആർക്ക്? വിശ്വസിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടി. വലിയ നടക്കുന്ന എല്ലാവർക്കും അല്ല കേട്ടോ. പരമാർത്ഥയോടെ ദൈവത്തെ സ്നേഹിച്ച് വിശ്വസ്തയോടെ ദൈവത്തെ സ്തുതിക്കുന്ന വിശുദ്ധിയോടെ ജീവിക്കുന്ന എൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ആത്മാവിൻ്റെ ശക്തി പകരുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തപ്പെടെ. ഈ ഇന്നർ മാൻ എന്ന് പറഞ്ഞ അകത്തെ മനുഷ്യൻ്റെ ബാഹ്യമായ ശരീരം ഡീക്കേ ചെയ്താലും അകത്തെ മനുഷ്യന് ബലപ്പെടാം. 2 കൊരിന്ത്യർ 4:16-18 വായിക്കുമ്പോൾ പൗലോസ് അതാ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നെങ്കിലും അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നു. ഈ ബലം പ്രാപിച്ച് ശക്തിയോടെ മുന്നേറാൻ ആ ദൈവം നമ്മെ കുറിച്ച് പൗലോസ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പം നമ്മൾ എപ്പോഴാണ് ദൈവസന്നിധി പരിപൂർണമായി, when we yield completely, നമ്മൾ പരിപൂർണമായി സമർപ്പിക്കുമ്പോഴായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധാരാളമായി നമ്മിലേക്ക് പകരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം എന്ത് ചെയ്യണം? ഫീഡിങ് ദ ഇന്നർ മാൻ വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഇൻ കണ്ടിന്യൂസ് പ്രേയിങ് ആൻഡ് ഇൻ വർഷിപ്പിംഗ്. എന്ന് വെച്ചാൽ പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവവചന ധ്യാനത്തിലും ഒക്കെ നമ്മുടെ സമയങ്ങൾ കൂടുതൽ ചെലവഴിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, സജീവ ബന്ധത്തിൽ അടുത്ത് വരുമ്പോൾ ഈ പവർ നമ്മിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒഴുകി വരും. നടക്കുന്നുണ്ടോ? തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് നടക്കുന്നുണ്ടോ പ്രിയപ്പെട്ട്? പല സ്ഥലങ്ങളിൽ ഞാൻ ഓർപ്പിക്കുന്നൊരു വാക്യമാണ് 1-ാം സങ്കീർത്തനം. Blessed is the man who delights in the law of the Lord, meditating upon it day and night, day and night, day and night. അവിടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അതിനെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരാരാവും പകലും ദൈവവചനം ധ്യാനിക്കുന്നു. 24 മണിക്കൂറുള്ളതിൽ എത്ര ധ്യാനിക്കുന്നു? അഫ്കോഴ്സ് അതിന് നേർന്നിരിക്കുന്ന ഭക്തന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ശാന്തമായി പരിശോധിക്കണം. ജീവിതത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാൻ 3:17 ഡെപ്ത് പോൾ. ഹല്ലേലൂയ. ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നു. എന്താ നമുക്കറിയാമോ? 3 വാക്ക്. ഡ്വൽ, റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ്. നിങ്ങൾ വേരൂന്നി, അല്ലേ? ഇവിടെ അടിസ്ഥാനം, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. 4 വാക്ക്. വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. റൂട്ടഡ് എന്ന് പറയുമ്പോൾ അതിപ്പം ഞാൻ പറഞ്ഞ വാക്ക് ഇപ്പം വായിച്ച് 1-ാം സങ്കീർത്തനം വായിച്ചതിൻ്റെ താഴെ അവരെ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്ത വൃക്ഷങ്ങളും. അപ്പം ആഴത്തിലേക്ക് ദൈവവചനമാകുന്ന ആ വെള്ളത്തിലേക്ക്, ആഴത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ സത്ത് അലിച്ചു കുടിച്ച് ജീവിക്കുന്ന ആരോഗ്യമുള്ളവനായി ആത്മീയമായി ജീവിക്കുന്നത്. അത് ദൈവം അങ്ങനെ റൂട്ടഡ് ആയിരിക്കാൻ ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇടയാകുമോ?
ഗ്രൗണ്ടഡ്. പിന്നെ അത് അവിടെ രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി. ഗ്രൗണ്ട് അതൊരു ആർക്കിടെക്ചർ ടേമാണ് കേട്ടോ. ഒരു ബിൽഡിങ് പണിയുമ്പോൾ അടിസ്ഥാനം എങ്ങനെ ഇരിക്കും അതനുസരിച്ച് അതിൻ്റെ മുന്നോട്ടുള്ള സ്ട്രക്ചർ പണിയുന്നത് നമുക്കറിയാം. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് ഫൗണ്ടേഷൻ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ എത്ര സ്ട്രോങ് ആണ് അതനുസരിച്ച് മോപ്പോട്ടുള്ള പണിയും പോകത്തുള്ളൂ. അത് ഓർക്കണമേ, ദൈവത്തിൻ്റെ സ്തോത്രം. എന്ന് വെച്ചാൽ ജീവിതത്തിന് നേരെ ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ, ബന്ധനങ്ങളൊക്കെ വരുമ്പോൾ അടിസ്ഥാനം ശരിയല്ലെങ്കിൽ ആടിപ്പോകും. അതുണ്ടാകാതിരിക്കാൻ അടിസ്ഥാനപ്പെട്ടവരായിരിക്കാൻ ദൈവം പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. അടിസ്ഥാനപ്പെട്ടവർ, വീതിയും നീളവും ഉയരവും ഒക്കെയുള്ള അനുഭവങ്ങളിൽ ജീവിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആകരുത്. അതുകൊണ്ട് കർത്താവേ, ജീവിത പ്രതികൂല സാഹചര്യങ്ങളിൽ മത്തായി 7:24-25 പറയും പോലെ ആഴെക്കുറിച്ച് പാറമേൽ അടിസ്ഥാനമുള്ള മനുഷ്യൻ, കൊടുങ്കാറ്റ് വന്നു പെരുങ്കാറ്റ് വന്നു, ആഴമുള്ള പാറമേൽ അടിസ്ഥാനമുള്ളതായാൽ വീണില്ല. വീഴാതെ നിൽക്കാൻ ഈ കാലഘട്ടം ഒന്ന് ചിന്തിച്ചേ. വേർ ഈസ് സെക്യൂരിറ്റി? എവിടെ ഉണ്ട്? ഞാൻ പബ്ലിക്കിലോട്ട് ഇപ്പം കടന്ന് പറയുന്നില്ല. നിങ്ങളെല്ലാവരും പത്രം വായിക്കുന്നവരും ടെലിവിഷൻ കാണുന്നവരാ. നോബഡി നോസ് വാട്ട് ഈസ് ഇൻ ദ ബൂം ഓഫ് ദ ഫ്യൂച്ചർ. അടുത്ത നിമിഷം എന്തോ സംഭവിക്കുന്ന ആർക്കറിയാം? വ്യക്തികളിലെ, കുടുംബങ്ങളിലെ, രാജ്യം, രാഷ്ട്രം എല്ലാം. ദർ ഈസ് ഓൺലി വൺ വേ, ഒരു വഴിയേ ഉള്ളൂ, ഒറ്റ സ്ഥലമേ ഉള്ളൂ, ഭദ്രതയുള്ള സ്ഥലം. അവിടെ നമുക്ക് ഉറപ്പിക്കാം, ദൈവമേ കടാക്ഷിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം, ദൈവനാമത്തെടുത്ത്. അതുകൊണ്ട് നമ്മളെ പ്രാപ്തരാക്കുന്നു, നമ്മളെ ശക്തീകരിക്കുന്നു. എനേബിൾമെൻറ്റ്, ദൈവത്തിന് സ്തോത്രം, അല്ലേ? അതുകൊണ്ട് പൗലോസിൻ്റെ താല്പര്യം ദാറ്റ് വി ഷുഡ് ലേ ഹോൾഡ് ഓഫ് ദ ബ്ലെസ്സിങ്സ് ആൻഡ് ദ വാസ്റ്റ് എക്സ്പാൻസസ് ഓഫ് ദ ലവ് ഓഫ് ഗോഡ്. ദൈവസ്നേഹത്തിൻ്റെ ആഴമായ ശക്തി നമ്മൾ അനുഭവിക്കാൻ പൗലോസ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അവകാശമാക്കുമ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം അവകാശമാക്കാൻ അബ്രഹാം പോയി, അല്ലേ? അവകാശമാക്കിയതുപോലെ യേശു ക്രിസ്തുവിൽ നാം അവകാശമാക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നീളവും വീതിയും ആഴവും ഉയരവും ഒക്കെ ആ വിസ്താരങ്ങളിലേക്ക് കടക്കണം. അതെനിക്കൊന്ന് കർത്താവെ ആയിത്തീരാൻ ഇടയാകണമെന്നുള്ള നമ്മുടെ പ്രാർത്ഥനയാകട്ടെ. ദൈവസ്നേഹത്തിൻ്റെ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം, that transcends all other love, all the wisdom. മാനുഷികമായ കണക്കൂട്ടൊക്കെ അപ്പുറമായൊരു സ്നേഹം, ദൈവസ്നേഹം ഉള്ളത്തിൽ നിറയാൻ, ഇതൊക്കെ ഒരു സൂപ്പറായിട്ടുള്ള കാര്യങ്ങളായത്. നമ്മൾ എവിടെയോ കിടക്കുന്ന പ്രിയപ്പെട്ടവർ. ശാന്തമായി പരിശോധിക്കാൻ ദൈവത്തിന് ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ വളരെ വളരെ സമ്പന്നരാ. ആന്നോ? നമ്മുടെ ഈ ദൈവം തന്നിരിക്കുന്ന ഈ സമ്പത്തും സ്വത്തും ഒന്നും ലോകത്തിലെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് കമ്പ്യൂട്ടറിനും അളന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൂടെ ഓർത്തോണ്ട്. പക്ഷേ പല വിശ്വാസികളും ദൈവം വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെയൊക്കെ കമ്പയർ ചെയ്യുന്ന ഒരു ബലഹീന വിശ്വാസിയുമായിട്ടാണ്. നല്ല രീതി ജീവിക്കുന്നതിനുമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയും വെക്കാൻ നിയമമില്ല. നമുക്ക് മെഷർ ചെയ്യേണ്ടത് ദൈവമാണ്, കർത്താവിനാണ്. ഇത് നമ്മൾ ഓർത്തിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഫുൾനെസ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ പൂർത്തീകരണം, അല്ലെങ്കിൽ ഫുൾനെസ്, നിറവെന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റാണ്. പക്ഷെ അതിൻ്റെ മെഷറോ, അതിൻ്റെ അളവ് ക്രൈസ്റ്റാണ്, യേശു ക്രിസ്തുവാണ് ആ മെഷർമെൻറ്റ്. സോ നോബഡി എൽസ്, മറ്റാരുമായിട്ട് മെഷർ ചെയ്യാനും അളക്കാനും വെക്കല്ലേ കേട്ടോ. ദൈവത്തിൽ, കർത്താവിൽ, ദൈവമേ ആ നീളവും, ആ വലിയ കൃപയുടെ നീളവും ആഴവും വീതിയും എന്ന് മനസ്സിലായി പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തിൽ ക്രിസ്തുവിൻ്റെ എല്ലാ നിറവിനോളം ഒന്ന് നിറഞ്ഞു വരാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പൗലോസിൻ്റെ പ്രാർത്ഥനയോട് ചേർന്നാലേ ആ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായി തീരണേ എന്ന് പ്രാർത്ഥിക്കാൻ. അസാധാരണമായി ദൈവശക്തിയുടെ അന്തരീക്ഷം, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം. എന്താ വേദപുസ്തകം നമ്മെ വായിക്കുന്ന ക്രിസ്തു വിശ്വാസത നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെട്ട് ശക്തിയോടെ ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിച്ച കർത്താവിനെ മഹത്വപ്പെടുത്താൻ, ആ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നിലനിന്ന് കർത്താവെ ആ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ഈ ഭൂമിയിലെ ജീവിതം പ്രസാദകരമായി ശക്തിയോടെ മുന്നേറാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എത്ര പേര് പ്രാർത്ഥിക്കും? കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ സ്തോത്രം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകൾ ഞങ്ങൾ വിനയപ്പെട്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരം താങ്ങണം, ആത്മാവിൽ ബലപ്പെടുത്തണം, ദൈവശക്തിയിൽ കാക്കണം. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണം. പൗലോസിൻ്റെ ദാസനായ പൗലോസ് കർത്താവേ, ജനം
ആത്മാവിൽ ഹല്ലേലൂയ പ്രാപ്തരാകുവാൻ, ശക്തീകരിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എത്ര മനോഹരമാണ്. ഞങ്ങളുടെ ഒന്നുമില്ലായ്മ ഞങ്ങൾ ഓർക്കുന്നു. വചനം കേട്ടവരോടൊക്കെ ദൈവം ഇടപെടണം. ക്രിസ്തുയേശുവിൻ്റെ വലിയ ധനം, പരിശുദ്ധാത്മാവിൽ കൂടെയുള്ള നിറവ്, നീളവും ആഴവും വീതിയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ, ഉപരിതലങ്ങളുടെ ജീവിതമല്ല, ആഴങ്ങളിലേക്കുള്ള അനുഭവങ്ങളിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിറഞ്ഞ് സ്വർഗീയാനുഗ്രഹങ്ങൾ പ്രാപിച്ച് ജീവിതം ധന്യമായി തീരാൻ, സ്വർഗമഹത്വമെടുക്കാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവണ്ണമേ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. തിരുനാമം എല്ലാം മഹത്വപ്പെടണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.